സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസം, ഏകദേശം 10 ദിവസങ്ങളായിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് വഴിയെ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോൺ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ MRC തൊപ്പിയുടെ കുറേ ഗ്യാങ്ങും കുറേ പിള്ളേരും, അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് അവരുടെ ഇപ്പോൾ ഗ്യാങ് ഹൗസും കാര്യങ്ങളൊക്കെ പിരിച്ചു വിട്ടിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ പല വഴിയിലോട്ട് എന്തോരം ആയിട്ടുണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെ വേറെ ആരെയും പേരെടുത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഷമീറിനെ ആരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ശരാശരി മനുഷ്യർ ഇവന്മാരുടെ സ്ട്രീം കണ്ടുകൊണ്ട് ഇന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് റിയാക്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ മാത്രം ഞാൻ എന്തായാലും ഈ വീഡിയോ അത് ചെയ്യുന്നുള്ളൂ. അതെന്തായാലും ഞാൻ ആദ്യം തന്നെ എന്തായാലും പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം കുറച്ച് ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എവിടെയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആയിരിക്കണം നമ്മൾ സ്ട്രീം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ തെറ്റൊക്കെ പറ്റുന്നതായിരിക്കും. പക്ഷേ അതൊരു ഹൈ ലെവലിലോട്ട് പോകാതിരിക്കും മാക്സിമം ശ്രദ്ധിക്കുക. ഇതൊക്കെ സ്ട്രീം ചെയ്യുന്നൊരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും കണ്ട പോലെ തന്നെ എന്തായാലും തൊപ്പി അത്യാവശ്യം മര്യാദയ്ക്ക് തന്നെയായിരുന്നു ലൈവൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ ഈ കഴിഞ്ഞ ഇട്ട ലൈവ് നിങ്ങൾ കണ്ടാണ്. ആ ഒറ്റ ലൈവ് കൊണ്ട് പുള്ളിക്കാരൻ എന്തായാലും ആ യൂട്യൂബിൽ തന്നെ കരിയർ മൊത്തത്തിൽ മാറ്റുന്ന വേണ്ടി നമുക്ക് പറയാം. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇതിനകത്ത് യോജിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ യോജിക്കേണ്ട ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഇടുക, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറയാനുള്ള എന്തായാലും ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ലൈവ് കൊണ്ട് തന്നെ പല കാര്യങ്ങളും അവൾ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ MRC തൊപ്പിയുടെ ഗ്യാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ കൂട്ടം കൂടി ഒരു വീടിനകത്ത് ഇതുപോലെ ലൈവ് സ്ട്രീം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. കുറച്ചൊക്കെ അപരാധങ്ങൾ ഇട്ടെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് അതൊക്കെ കുറച്ച് എന്റർടൈൻമെന്റ് ആയിരുന്നു. അത്രയ്ക്ക് എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഞാനും ഇവന്മാരുടെ ലൈവ് എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്, കാണുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇട്ട ലൈവ്, അതായത് ഷമീർ ഇട്ട ലൈവ് ആയാലും തൊപ്പിയിട്ട ലൈവ് ആയാലും എന്ത് പറയുന്നത്, ഒരു ലൈവ് എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അത്രയ്ക്ക് താഴ്മയിലോട്ട്, അത്രയ്ക്ക് ഡൗൺ ഗ്രേഡിലോട്ട് പോയ ഒരു ലൈവ് സ്ട്രീം എന്ന് എനിക്ക് പറയാൻ ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെ കൊച്ചു പിള്ളേർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാം. ചിലപ്പോൾ ഞാൻ തെറി പറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തെറി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവന്മാരൊക്കെ അതുപോലുള്ള വീഡിയോ ആണ് ഇതുപോലെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ രാവിലെ എണിച്ച്, അതായത് ഞാൻ കണ്ട ഇവന്മാരൊക്കെ വീഡിയോ ഇതൊക്കെ ഞാൻ കാണുന്നതിന് റീൽസ് അങ്ങനെ കാണാറില്ല, ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. അപ്പോൾ റീൽസ് എടുത്ത് നോക്കുമ്പോൾ രാവിലെ എണ്ണിച്ചപ്പോൾ തന്നെ ഇവന്മാരുടെ വീഡിയോ ആണ്. അതായത് നമുക്ക് ട്രോമ അടിച്ച്, അതായത് നിങ്ങൾ കണ്ടു കാണും. ആ മമ്മൂ എന്ന് പറയുന്ന അവരെ പോലെ ഒരു പരക്കുറ്റി വാണം ഇവന്മാർ ആ MRC ഗ്യാങ്ങിനകത്തില്ല. ഇതുപോലെ വാണം എന്തായാലും ആ ഗ്യാങ്ങിനകത്ത് എന്തായാലും ഇല്ല. എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, കുറെ എണ്ണം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞത്. കുറച്ചാൾ മുമ്പ് ഒരു ഇന്റർവ്യൂ ചെന്നിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ എന്തോ കുളിസീനെ തന്നെ ഒളിഞ്ഞു നോക്കും. ഇതൊക്കെ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവാർഡ് കിട്ടുമല്ലോ. അത്രയ്ക്ക് വലിയ കാര്യമാണല്ലോ അവനൊക്കെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ആ ഇന്റർവ്യൂ ചോദിച്ചാൽ ഞാൻ പറയുന്നതൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിലോട്ട് എന്തായാലും നമ്മൾ പോകുന്നില്ല. ഇത്രയെല്ലാം കാണിച്ച് നമുക്ക് പോട്ടെന്ന് പറയാം. പക്ഷെ അവരെല്ലാം അടിച്ചു വരുന്നതിന് ശേഷം, അതായത് ഇവന്മാർക്ക് സാലറി കൊടുക്കുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതായത് MRC തൊപ്പി, അതായത് തൊപ്പി ഇവന്മാർക്ക് പണി, അതായത് ഇവന്മാരെ കൂടെ കൂട്ടിയിട്ട് ഇവന്മാർക്ക് സാലറി കൊടുക്കുന്നില്ല എന്നൊരു പരാതി ഇവന്മാർ പറഞ്ഞിട്ട് കുറേ തെളിവുകൾ കാര്യങ്ങളെല്ലാം ലൈവിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് രണ്ടുപേരും സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് തൊപ്പി അവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും യോജിക്കാൻ പറ്റത്തില്ല. അതായത് ഈ ഷമീറിന്റെ മമ്മുവിനെ എന്തായാലും ഒരു വൃത്തികെട്ട ഒരു അബ്യൂസ്, അത് എന്തോ ഒരു സീൻ എന്തായാലും ഇവർ ലൈവിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ബ്ലറാക്കിയിട്ടുണ്ടായാൽ പോലും അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. കാരണം വെച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് അവന്മാരുടെ വില കേരളത്തിൽ മൊത്തത്തിലല്ല അവന്മാരായിട്ട് കൊണ്ടുവന്ന് കളഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം MRC തൊപ്പി ഇപ്പം അവന്മാരെ കുറിച്ച് എന്തെങ്കിലും ഇതുപോലെ പറഞ്ഞ് പോട്ടെ, അതായത് അവന്മാർ ആ വീഡിയോ വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് എന്ന് പറഞ്ഞാലും അവരുടെ തന്നെ വിലയില്ല അവർ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ അങ്ങനെ വീഡിയോ എന്തെങ്കിലും ചെയ്ത് ആ ഒറ്റ ലൈവ് സ്ട്രീം കൊണ്ട് ഇവന്മാരുടെ വില എന്തെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, പക്കയായിട്ട് കളഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. തൊപ്പിയുടെ ലൈവ് കണ്ട എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും. എനിക്കത് ഈ വീഡിയോക്ക് എന്തായാലും കാണിക്കാൻ തീരെയും താല്പര്യമില്ല. കാരണം വെച്ചാൽ ഇത്രയും ഡൗൺ ഗ്രേഡിലോട്ട് പോയൊരു ലൈവ് സ്ട്രീമിന്റെ ഒരു കുറച്ച് ക്ലിപ്സ് ഒന്നും എനിക്ക് എടുത്തിടാൻ ഇതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവന്മാർക്കൊരു ഒരു വില താഴ്ത്തി, അതായത് ഈ ഷമീറിനൊക്കെ ഏറ്റവും വില താഴ്ത്തി കൊടുക്കുന്ന പോലെ ആയിപ്പോകും. അതായത് അവന്മാർ അവൻ്റെ വീഡിയോ ബ്ലറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു തൊപ്പി. അതെനിക്ക് എന്തായാലും എൻ്റെ ചാനലിൽ കൊണ്ട് എന്തായാലും ഇടാൻ എനിക്ക് തീരാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന് കാര്യം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരു കാര്യം ശ്രദ്ധിക്കും, നമ്മൾ പോസിറ്റീവ് സൈഡിൽ നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ചുറ്റും പോസിറ്റീവ് ആണ്, അതായത് നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ചുറ്റും എല്ലാവരും പോസിറ്റീവ് ആൾക്കാരൊക്കെ വന്നിരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് വന്നിരിക്കും, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലും ഒരു വലിയൊരു നെഗറ്റീവ് കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ പണി തരാൻ തുടങ്ങും. എല്ലാവരും നമ്മുടെ ചുറ്റിന് എല്ലാവരും നിൽക്കുന്നവരെല്ലാം പോസിറ്റീവ് നിന്നവരെല്ലാം നേരെ നെഗറ്റീവിലോട്ട് മാറും. അതിൻ്റെ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ്. അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അവർ തന്നെ തൊപ്പി ലൈവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഷമീർ എന്ന് പറയുന്ന വ്യക്തി, അതായത് കുറെ പെൺപിള്ളേരുടെ അങ്ങനെ എന്നിട്ടുണ്ട്, ഇങ്ങനെ എന്നിട്ടുണ്ട്. അത് മമ്മൂന്റെ കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇത് പറയേണ്ട സമയത്ത് പറയണമായിരുന്നു. അല്ലാതെ ഇപ്പോൾ ഒരു നെഗറ്റീവ് കിട്ടിയെന്ന പേരിൽ വന്ന് പറയരുതായിരുന്നു. അല്ലെങ്കിൽ പറയണമെന്ന കാര്യം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അത് അപ്പം പറയണമായിരുന്നു. ഇഷ്ടംപോലെ ലൈവ് വരുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് എപ്പോഴും ആ സമയത്ത് എല്ലാവരും ഒന്നിച്ച് ഒത്തുകൂടിയിരിക്കുമല്ലോ. അപ്പം എങ്ങനെ പറയാനാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊക്കെ എങ്ങനെ പറയുന്നത്? അതായത് ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ് സംഭവിച്ച സമയത്ത്
അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ലൈവ് ഇട്ട് നാശമാക്കിയിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കൂടെ നിൽക്കുന്നവന്റെ കൊതികാല് കൊത്തുന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഇവന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ മറ്റേ മമ്മൂന്റെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. അത് അവനെന്തോ ബാംഗ്ലൂർ ചെയ്തൊരു പെണ്ണിനെ പിടിച്ച് ഇങ്ങനെ കൈ പിടിച്ച് എന്തോ റൂമിൻ്റെ അകത്ത് കൊണ്ടുവന്നു, അതുപോലെ തന്നെ മറ്റേ ഇന്റർവ്യൂ ചെന്നിട്ട് കുറെ വൃത്തിയോട് വിളിച്ച് പറയുന്നു, കുളിസിങ് കാണിക്കുന്നത് പറയുന്നു. അതൊക്കെ ഇവന്മാർ ലൈവിനകത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ സ്ക്രിപ്റ്റഡ് ആയിരിക്കും, അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവന്മാർ കൊടുത്ത ശിക്ഷ എന്തോ, അതായത് തൊപ്പി കൊടുത്ത ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാങ് ഹൗസിൽ നിന്ന് പുറത്താക്കുക. ഇതാണോ ഒരു വലിയ ശിക്ഷ എന്ന് പറഞ്ഞത്? എനിക്ക് അറിയാൻ പറ്റി ചോദിക്കാൻ തൊപ്പിയുടെ ഞാനെങ്കിൽ ചോദിക്കും, ഇതാണോ വലിയ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നെങ്കിൽ അമ്മാരെ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലെങ്കിൽ തെറ്റിസരിച്ച് സോറി എന്തായാലും പറയിപ്പിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം പറയണം. അതിന് പകരം ഗ്യാങ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്നത്. പിന്നെ പുറത്താക്കിയില്ലെന്നാണ് ഞാൻ കേട്ടത്. അത് കഴിഞ്ഞ് പിന്നൊക്കെ ഉണ്ടായിരുന്നു, അതായത് കുറെ പേര് ഇതിലുണ്ടായിരുന്നു, ഇവന്മാരെ ഗ്യാങ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ലൈവ് കണ്ടവർക്കൊക്കെ എന്തായാലും മനസ്സിലാവും. ഇവിടെ വിറ്റെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം മാത്രം പറഞ്ഞു. അത് ഒരു നെഗറ്റീവ് കിട്ടിയ സമയത്ത് അങ്ങോട്ടും ഫുള്ളി നെഗറ്റീവ് ആയിപ്പോയി രണ്ടുപേരും. അത് ഇപ്പൊ യുദ്ധമൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെ ആയി തീരുവെന്നാ എന്തോ. പക്ഷെ ഷമീറിന്റെ വില എന്തായാലും തൊപ്പി എന്തായാലും മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ അവന്റെ ബ്ലർഡാക്കിയ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു. അന്നെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ കാണിക്കണ്ടേ. നേരത്തെ കാണിച്ചൊരു അന്തസ്സുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു നെഗറ്റീവ് സൈഡ് വന്നപ്പോൾ അവന്റെ തെളിവുകളെല്ലാം വെച്ച് കാണിക്കണം. ഇതാണ് ഇവന്മാരുടെ പ്ലാൻ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വന്നിട്ട് ഇനി ഒരാഴ്ച രണ്ടാഴ്ച ഈ പ്രശ്നങ്ങളെല്ലാം തീരുവാണെങ്കിൽ തന്നെ ഇത് വലിയ സ്ക്രിപ്റ്റഡ് ആണെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ നാട്ടുകാരുടെ മുമ്പ് എങ്ങനെ എണ്ണിച്ച് നടക്കും? അല്ലെ എങ്ങനെ ഒന്ന് തലയുയർത്തി എങ്ങനെ ഒന്ന് നടക്കും? ഇത്ര നാളെ നടന്ന പോലെ ആയിരിക്കുമോ? ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി എന്തായാലും ഐശോസ്പീനെ കണ്ട് എന്തായാലും ഇൻസ്പയർ ആയി വന്ന് അങ്ങനെ വീഡിയോ ഇട്ട് ഇഷ്ടം പോലെ കോമാളിത്തരം കാണിച്ചു. പക്ഷെ ഇപ്പൊ തൊപ്പിയുടെ തന്നെ ലെവല് മാറ്റിക്കൊണ്ടാണ് വന്നു കഴിഞ്ഞ്. എന്നിട്ട് ഇപ്പൊ ഏറ്റവും പൊങ്ങി ഹയസ്റ്റ് ലെവലിൽ വന്നിട്ട് ഇപ്പൊ ഏറ്റവും ലോവസ്റ്റ് ലെവലിലോട്ടായിരുന്നു തൊപ്പി ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവന്മാരെന്തായാലും ആ ലൈവ് വന്നിട്ട് ഇതുപോലെ എന്തായാലും കാണിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ തൊപ്പിയുടെ ഭാഗത്ത് നിൽക്കുന്നില്ല, ഇവിടെ ഷമീറിന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല, ഇവിടെ മമ്മൂന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല, ഞാൻ ആരുടെ ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അതായത് നമുക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും, നമുക്കൊരു റിയാക്ഷൻ വരില്ല, നമുക്ക് ഇതിനെ പറയാൻ തോന്നില്ലല്ലോ. ആ കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോ പറയുന്നുള്ളൂ. ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഇച്ചിരി ലോങ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഷോർട്ട് ആയിരിക്കും. എന്തോ വെച്ചാൽ നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തേക്കണം. ഇനി പറയാനുള്ള കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്കും പറയാനുള്ളത് അല്ലേ? ഇത് തന്നെയല്ലേ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ലൈവ് സ്ട്രീം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വില കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവന്മാർ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഇത് ലൈവ് ആണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അതായത് അത്രയ്ക്ക് ഡൗൺ ഗ്രേഡിലോട്ട് പോയിട്ടുള്ളതാണ് ഇവന്മാർ ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇത് വേറെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ഇവന്മാർ ലൈവ് ഇടുന്ന കാര്യം പോട്ടെ, ഇവന്മാർ ഇട്ട് അത് കാര്യം ശരിയാകും, ഇട്ട് കഴിഞ്ഞു പോയി, പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ്. പക്ഷേ ഇത് കണ്ട ആൾക്കാർ എന്തുമാത്രം ട്രോമറ്റൈസ്ഡ് ആവുമെന്ന് അറിയോ നിങ്ങൾക്ക്? അതായത് അവർ എക്സ്പീരിയൻസ് വെച്ച് ചിലപ്പോൾ എന്തെങ്കിലും ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അവർക്ക് എത്ര നാൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ മാറുന്നത്. ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഹൈ ലെവലിലോട്ട് പോയിട്ട് ഇപ്പോൾ ലോ ലെവലിലോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് തൊപ്പി തന്നെ ഇതിനെല്ലാം അവസരം ഒപ്പിച്ച് കൊടുത്തതെന്ന് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ മാക്സിമം ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക, അല്ലാതെ ബാക്കി ആരും ദൈവത്തെ കൂട്ട് വിളിക്കാതിരിക്കാൻ നോക്കുക. ഇങ്ങനെ കൂട്ട് വിളിച്ചിട്ടാ ഇപ്പം തൊപ്പിയുടെ ഏറ്റവും ഡൗൺ ഗ്രേഡിലോട്ട്, അതായത് ഒരു ഡൗൺഫാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാങ് പോലെ എന്തായാലും ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് തന്നെ. അല്ലെങ്കിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്ര ആൾക്കാർ ഇന്ന് എന്തായാലും ഒരു ചാനൽ ഇത്ര ലൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇഷ്ടംപോലെ വൃത്തിയായിട്ട കാര്യങ്ങൾ ഒത്തിരിയൊക്കെ നടന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രൂഫ് കാണിക്കേണ്ട സമയത്ത് കാണിക്കണമായിരുന്നു. ഇവന്മാർക്ക് എന്താ നേരത്തെ കാണിക്കാൻ ഒക്കത്തില്ലായിരുന്നു? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും. ഇവന്മാർക്ക് എന്തായാലും നേരത്തെ കാണിക്കാൻ ഒക്കത്തില്ലായിരുന്നു. ഈ തൊപ്പി എന്തായാലും ഷമീറിന്റെ ഭാഗത്തോട് കുറെ ഫയലും, അതായത് കുറെ കാര്യങ്ങൾ ഒത്തിരി എക്സ്പോസ് ചെയ്ത് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ കൊണ്ടുവരേണ്ട സമയത്ത് കൊണ്ടുവരണമായിരുന്നു, അല്ലാതെ ഇപ്പോഴല്ല. ദൈവത്തെ ഇവന്മാരെ കണ്ടുകൊണ്ട് ആരും പഠിക്കാതിരിക്കും. ഏതെങ്കിലും നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കണ്ടന്റ് നോക്കി അങ്ങനെ വല്ല ആൾക്കാരൊക്കെ നിങ്ങൾ പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പഠിക്കും. ഇപ്പൊ ഞാനല്ല അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ, അല്ലെ വേറെ ഒന്നും ചെയ്യത്തില്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ട്രോമറ്റൈസ്ഡ് എനിക്കായി എന്തെന്നറിയാം, ഷമീർ എന്ന് പറയുന്ന അവനാണെങ്കിൽ അവിടെ കിടന്ന് മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് ആ മമ്മു എന്തുവാടാ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാൻ പറ്റില്ല. അവൻ കൈവച്ചെന്തോ വന്ന് കാണിക്കുന്നു, കാല് വെച്ചെന്തോ മാറ്റുന്നു, തലയൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എന്തൊക്കെയാ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. സത്യം പറയുമെങ്കിൽ അത് കണ്ടെന്റെ ഒരു ദിവസത്തെ ഉറക്കം എന്തെങ്കിലും പോയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനൊക്കെ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് മൂത്രം ഒഴിക്കണം. നമ്മളെന്തോ ആരും കാണാത്ത സ്ഥലത്തായിരിക്കും പോയി എന്തായാലും മൂത്രം ഒഴിക്കുന്നത്. ഇവന്മാരെയൊക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ നിർത്തി കഴിഞ്ഞ് ഇവന്മാർ ആ നാട്ടിൽ റോഡിൽ നിന്ന് പെടുക്കും. ഒരു മാറ്റവും ഇല്ല, ഒരു സംശയം വേണം, അങ്ങനെ പെടുത്തിരിക്കും. ഇത്രയും ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ചെയ്യായിരിക്കും. വേറെ വല്ല ആൾക്കാരാണെങ്കിൽ ഈ സമയം കൊണ്ടൊക്കെ പോയി തൂങ്ങിച്ചത്തേനും അങ്ങനൊന്നും സംഭവിക്കാതിരിക്കാം. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ തൊപ്പിയും ഷമീറും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട്, അതായത് ലൈവിൽ എന്തെങ്കിലും വന്ന് പറയുന്നുണ്ട് ഇഷ്ടം പോലെ തെളിവുകളുണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണിക്കേണ്ട സമയത്ത് കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കിട്ടുന്ന സമയത്തല്ലേ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവന്മാരൊക്കെ കൂടെ നിന്ന് കൊതുകാല ഒത്തുനിന്ന് തന്നെ പറയണം, അതല്ല വേറെ ഒന്നും പറയാൻ ഒക്കത്തില്ല. എന്നാലും ആ മമ്മു ആ കൈ വെച്ച് എന്തോ കാര്യത്തിനാടാ, എന്തോ ചെയ്യാനാടാ എന്നാലും അങ്ങോട്ട് പോയതാ ഷമീറിന്റെ അടുത്തോട്ട്. എന്തോന്നറിയത്? നമ്മളൊക്കെ സ്കൂളിലെ ടോയ്ലറ്റിലൊന്നും കയറി പെടുക്കാൻ നേരത്ത്
നമ്മളൊക്കെ സ്കൂളിലെ ടോയ്ലറ്റ് ഒന്ന് കയറാൻ നേരത്ത് അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എന്തോ പോലെ ആയിരിക്കും ഇല്ലയോ? എനിക്കൊക്കെ അങ്ങനെ, നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കണം. അപ്പൊ അവന്മാരവിടെ കാണിക്കുന്ന വേലയെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തെ ആയിരിക്കും. എനിക്ക് എന്തായാലും വീഡിയോ എന്തായാലും ഇവിടെ എന്തായാലും കാണിക്കാൻ പറ്റത്തില്ല, അതായത് ഞാൻ കാണിക്കത്തില്ല. എനിക്ക് അതിനുള്ളൊരു ഇതില്ല എനിക്ക്, സത്യം പറയാം. ഈ ഇവന്മാർ MRC ഗ്യാങ്ങിനെ കുറിച്ച് കുറെ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഈ കാണണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല, പക്ഷെ നിങ്ങളോടൊന്ന് കാണിച്ചു തരാം. കാണാത്തവരൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. MRC തൊപ്പി ഇഷ്യൂ മമ്മുവിന് പറയാനുള്ളത് എന്തുവാ? നീയും ഷമീറും കൂടെ പറയിപ്പിക്കില്ല എന്നെ കൊണ്ട്. കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ, അതായത് ഷഡിയിട്ട് തുള്ളുന്നുണ്ട്. ബാക്കി പറട്ടെ, പറ പെട്ടെന്ന് പറ. ജോളോ ചിപ്പ് ആടി ഈടി ഇതാക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മള് ഇതാക്കുന്നതിന്റെ എന്തെങ്കിലും ചെറിയ എന്തുമാത്രം സാഡ് ബീജിയമാണ് ഈ തെള്ളി കയറ്റി ഇടുന്നത്. മാസം ഒരു 5000 രൂപയെങ്കിലും തരാ മനസ്സ്. വെരി സാഡ്. എന്തോ തൊപ്പി ഇത് 5000 രൂപയെങ്കിലും മാസം, ഒരു കുറഞ്ഞൊരു 4000 എങ്കിലും ഇവന്മാർക്ക് കൊടുക്കണ്ടേ? ഇത്രയെങ്കിലും കൊടുക്കണ്ടേ പറയുന്നത്. പക്ഷെ അയ്യോ ഇതുവരെ രണ്ടര കൊല്ലതായിട്ട് ഇവന് അതുവരെ കാണിച്ചു. എന്റെ പൊന്നണാവ്, ഈ സാഡ് BGM ഒക്കെ കയറ്റി ഇത് എങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ നേരെ മണ്ടക്കോട്ട് എയറിലോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നണാവ്, ഇതൊക്കെ എങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ? സമ്മതിച്ച് ചെയ്യാൻ ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. ഇവനല്ലടാ ഇപ്പൊ പറഞ്ഞ മാസം ഒരു 5000 രൂപയെങ്കിലും തൊപ്പി അയച്ചു തരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന്. ഇപ്പൊ പറയുന്നത് 10,000 രൂപകൾ അയക്കുന്നുണ്ടെന്ന്. എന്തോ ഇത്? ഇവിടെ അടക്കാന്, എണ്ണ അടിക്കാന്, ഓനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാന്, ഓനിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാന്. പിന്നെ പറയുന്നതിന് തെറ്റൊന്നുമില്ല. ഈ ബാക്കി പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എല്ലാം പിന്നെ തൊപ്പിക്ക് ഇതിന് എവിടെ പോകുന്നത്? ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കണമെങ്കിൽ പിന്നെ ബാക്കി ഇവന് കൊടുക്കുന്നതിനകത്തുനിന്നാണ് മേടിക്കുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. സെഡ് BGM ഒക്കെ ഇട്ട് വലിച്ചു വാരി വീഡിയോ അങ്ങ് ഇട്ടേക്കുക. ആകെ എന്റെ അടുത്തുള്ള ഇത് ഞാൻ ഇന്ന് അയച്ചു. എന്റെ ഉമ്മ തന്നെ അത് 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോ വൃത്തിക്ക് പോകാനാവുന്നില്ല. ഇച്ചിരി കൂടുതലാ ജാസി, കുറച്ച് അഭിനയിക്കുക, കുറച്ച് കരാ, അല്ലെങ്കിൽ ഇത് ഓവർ ആക്ടിങ് എന്ന് പറയും. അങ്ങനെയല്ല, കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സുകാലം കണ്ടിട്ട് പറയുന്നടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ അവിടുത്തെ പൈസ കാര്യങ്ങളൊന്നുമില്ല. അവിടെ പൈസ കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ ആരും പൈസ ഒന്നും കൊണ്ടും തരത്തില്ല. വല്ല പണിക്ക് വല്ലതും പോയി വല്ല 4 കാശ് വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. തൊപ്പിയുടെ അവിടെ കിടക്കാതെ ഒരുത്തൻ കരയുമ്പോ കൂടെങ്കിലും ഇരുന്നൊന്നും കരയണ്ടടാ മമ്മു. നിനക്ക് അതിനുള്ള കഴിവ് പോലും ഇല്ലയോ നിനക്ക്? എന്തോന്നാണ് ഇത്? 300 രൂപയാണ് അതിന്റെ പൈസ ഇത് കിട്ടിയത്. ഇവനെ ഒന്ന് ആരിലും ഒന്ന് വന്ന് പിടിച്ചോണ്ടെങ്കിലും പാടും. ഇവന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. നോർമലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് അബ്നോർമലാ. അതൊക്കെ പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ലൈവ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ തൊപ്പി പറയുന്നത് ഞാൻ എന്റെ മക്കളെ പോലെ അവന്മാരെ കാണുന്ന അവന്മാരോ എനിക്കറിയത്തില്ല. എവിടെയായാലും നല്ലതായിട്ട് ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ അവന്മാരുടെ ഡൗൺഫോൾ ആരെങ്കിലും ആഗ്രഹിച്ചിരിക്കും. അതാണ് ഇവിടെ മെയിനായിട്ട് സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തന്നെ പറയാനുള്ളൂ. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇതിനകത്ത് ആർക്കെങ്കിലും യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യോജിക്കണ്ട, ഒരു കുഴപ്പമില്ല. ബാക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യുക. എന്തായാലും ഇതിനകത്ത് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ എത്ര ഒന്ന് റിയാക്ട് ചെയ്ത് പറഞ്ഞുള്ളൂ. എനിക്ക് എന്തായാലും ഒറ്റ കാര്യം കൂടെ പറയാനുള്ളൂ. ദൈവത്തോർത്ത് ആരെങ്കിലും ജീവിതത്തിൽ ജസ്റ്റ് ഒരു നെഗറ്റീവ് കാര്യം സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരെ ദൈവത്തോർത്ത് എല്ലാ കാര്യത്തിലും ഇട്ട് കുറ്റപ്പെടുത്താതിരിക്കാൻ നോക്കുക. ഇവിടെ തൊപ്പി എന്തെങ്കിലുമൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് മമ്മുവിന്റെ മറ്റേ അവന്റെ ഷമീറിന്റെ അവരുടെ വീഡിയോ അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു. തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഉണ്ടെന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തെറ്റ് അറിയാം നിങ്ങൾക്ക്. അങ്ങനെ പറയുന്നതിന് ഏറ്റവും വലിയ തെറ്റാണ്. ഈ വീഡിയോ എന്തായാലും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. അതായത് കുറെ പേർക്ക് എന്തെങ്കിലും ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ ആയിട്ടുണ്ട് യുമാർ മറ്റേ വീഡിയോ കണ്ടിട്ട്. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ ആ വീഡിയോ അതിനകത്ത് പ്ലേ ചെയ്തിരുന്നത് പോലും. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും എന്തായാലും നേരെ ആവട്ടെ എന്ന് എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. വെരി സോറി ഗൈസ്, ഞാൻ കുറച്ച് ഏറെ ദിവസം ഞാൻ വീഡിയോ ഇട്ടത്. അതായത് 10 ദിവസങ്ങളായിട്ടുണ്ട് ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് തന്നെ. എന്തായാലും ഇനി പെട്ടെന്ന് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇനി പുതിയ വീഡിയോക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ഐക്കൺ വരും, അതും കൂടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചേക്കണം. ഫോളോ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, പക്ഷേ ഫോളോ ചെയ്തേക്കടെ എന്തുപാടെ ഇത് ഫോളോ ചെയ്തേക്ക്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റ. അടുത്ത വീഡിയോ കാണാം.